ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക അപ്പമാണ്. അതുണ്ടാക്കാനായിട്ട് 6 ഏത്തപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വീറ്റ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് വീറ്റ് ഫ്ലോർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് റൈസ് ഫ്ലോറും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 10 ഏലക്കായ പൊടിച്ചത്, 1 നുള്ള് സോഡാപ്പൊടി, 1 മുട്ട, 1/4 കപ്പ് വെള്ളം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, 1 നുള്ള് ഉപ്പ്, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് മാവും അരിമാവും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുട്ടയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം 1/4 കപ്പ് പോരാ എന്ന് തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കണം. ഒരുപാട് ലൂസാവരുത്, ഒരുപാട് കട്ടിയും ആവരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബനാന കട്ട് ചെയ്തെടുക്കാം. ഈ പഴം ഞാനിവിടെ നീളത്തിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ഒരു പഴത്തിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഈ ഇരിക്കുന്ന ബനാനകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബനാന നമുക്ക് ഈ മാവിലേക്ക് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു പാൻ വെച്ച് അത് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഈ മാവിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന നമുക്ക് ഇതിലേക്ക് ഇടാം. ഒരു സൈഡ് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റി ഒരു ടിഷ്യൂ പേപ്പർ വെച്ച പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്ന ഏത്തപ്പഴവും നമുക്ക് ഇതുപോലെ തന്നെ മാവിൽ കോട്ട് ചെയ്ത് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏത്തയ്ക്കാപ്പം ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.